ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടദശാധ്യായനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഗേച്ചി കേക്കാമോ ഗേച്ചി? ഗേച്ചിക്ക് കേക്കാമോ? ഇത് 67 വായിക്കാമോ? സർ. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനു വിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമി വാംഫസി. വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുന്ന മനസ്സ് വെള്ളത്തിൽ തോണിയെ കാറ്റെന്ന പോലെ ഇവന്റെ വിവേകത്തെ വലിച്ചുകൊണ്ടു പോയിക്കളയുന്നു. അമരക്കാരനില്ലാതെ കടലിൽ നീങ്ങുന്ന വഞ്ചിയെ കൊടുങ്കാറ്റ് നിശ്ചിത മാർഗത്തിൽ നിന്ന് അടിച്ചു തെറിപ്പിച്ച് ലക്ഷ്യത്തിലെത്താൻ അനുവദിക്കാതെ മുക്കിക്കളയും. ആത്മസംയമനമില്ലാത്ത സാധകന്റെ ഗതിയും ഇതുതന്നെ. വിഷയങ്ങൾക്കു പിന്നാലെ പായുന്ന ഇന്ദ്രിയങ്ങളുടെ കൂടെ മനസ്സും ഓടാൻ തുടങ്ങിയാൽ വിവേകവും ആത്മജ്ഞാനാഭിനിവേശവുമൊക്കെ ഇല്ലാതാവും. സാധകൻ യോഗമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച ഭോഗമാർഗത്തിൽ ഉഴന്ന് നശിക്കും. ഇന്ദ്രിയ നിയന്ത്രണം വഴിക്കു മാത്രമേ ജീവിത വിജയം കൈവരിക്കാനാവൂ എന്നു താല്പര്യം. അതെ, ഇപ്പൊ ഇത് നേരത്തെ പറഞ്ഞ സംയമനം രണ്ട് രീതിയിലാണ്. ഒന്ന് ആത്മസംയമനവും, രണ്ട് ഇന്ദ്രിയ സംയമനവും. അതിന് ശമം ദമം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളുടെ പുറകെ പോകുമ്പോൾ നമുക്ക് ആത്മസംയമനത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഇന്ദ്രിയ സുഖങ്ങൾ വെച്ചാൽ നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങളുടെ പുറകിലോട്ട് പോയി കഴിഞ്ഞാലും അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുക. അമരക്കാരില്ലാത്ത കടലിൽ നീങ്ങുന്ന വഞ്ചിയെ കൊടുങ്കാറ്റത്തിൽ നിശ്ചയ മാർഗത്തിൽ നിന്ന് അടിച്ച് തെറിപ്പിച്ച് ലക്ഷ്യത്തിലെത്താതെ അനുവദിക്കാതെ മുക്കിക്കളയും. ആത്മസംയമനമില്ലാത്ത സാധകന്റെ ഗതി ഇത് തന്നെ. അപ്പൊ നമ്മള് ഈ ഇന്ദ്രിയ സംയമനം ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇന്ദ്രിയ സുഖങ്ങളുടെയും ഒക്കെ പുറകെ പോയി കഴിഞ്ഞാല് എനിക്ക് ആത്മസംയമനം കിട്ടത്തില്ല. ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? എനിക്ക് ചില ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്. ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാല് കൊടുങ്കാറ്റത്തിൽ എങ്ങനെയാ ഒരു തോണി, വള്ളക്കാരനില്ലാതെ ഒരു തോണി എങ്ങനെയാ പോകുന്നത്? അത് ലക്ഷ്യബോധം ഇല്ലാതെ പോകുന്നത് പോലെ അയാളുടെ ജീവിതവും പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഇന്ദ്രിയ സുഖത്തിന്റെ പുറകെ പോകുന്ന ഒരാളുടെ ജീവിതം അതേപോലെ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താതെ എവിടെയൊക്കെയോ പോയി തിരിയും എന്ന് പറയുന്നതാണ്. ആത്മസംയമനം ഇല്ലാത്ത സാധകന്റെ ഗതിയും ഇത് തന്നെ. വിഷയങ്ങൾക്ക് പിന്നാലെ പായുന്ന ഇന്ദ്രിയങ്ങളുടെ കൂടെ മനസ്സും ഓടാൻ തുടങ്ങിയാൽ വിവേകവും ആത്മജ്ഞാന അഭിനിവേശവും ഒക്കെ ഇല്ലാതാവും. അപ്പൊ ഈ വികാരത്തിന്റെ പുറകെ പോയാൽ പിന്നെ അവിടെ വിവേകം ഉദിക്കത്തില്ല. ഈ വികാരം വിവേകത്തിനെ മറയ്ക്കും. നമ്മൾ ഈ വികാരത്തിന്റെ പുറകെ പോവുക, ഇഷ്ടാനിഷ്ടങ്ങൾ, എന്റെ വാസനകള്, അതാ ഇന്ദ്രിയ സുഖങ്ങളും. അപ്പം ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ഈ ഇന്ദ്രിയങ്ങളും മനസ്സിനെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകും. അത് വേണം, ഓരോ ആഗ്രഹങ്ങളും ഓരോ ഇഷ്ടാനിഷ്ടങ്ങളുടെയും പുറകിൽ അങ്ങനെ വേണം, ഇങ്ങനെ വേണം. നമ്മുടെ ആ ഇഷ്ടാനിഷ്ടങ്ങളിൽ കുടുങ്ങിപ്പോയാല് ആത്മസംയമനം ഉണ്ടാകത്തില്ല. അപ്പം ഇന്ദ്രിയങ്ങളെ നമ്മള് കൺട്രോൾ ചെയ്യുമെന്നുള്ള, കൺട്രോൾ വെച്ചാൽ സപ്രഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ നമ്മൾ മാനേജ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ ദുരിതത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം നമുക്ക് പിന്നെ ആത്മസംയമനം പരിശീലിക്കാൻ ഒക്കത്തില്ല. ഈ ആത്മസംയമനം പരിശീലിക്കുന്നതിന് രണ്ട് തരത്തിലാണ്. അതാ ശമവും ദമവും എന്ന് പറയും. കാരണം ആദ്യം ഇന്ദ്രിയ സംയമനം വേണം, അത് കൂടാതെ മനസംയമനം വേണം. നമ്മള് ഈ ഓരോ ദേഷ്യവും വിഷമവും ഇങ്ങനെ ഓരോ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് അടിമപ്പെട്ടു പോകാതെ പെട്ടെന്ന് അതിൽ നിന്ന് ആ വികാരങ്ങൾ ഉണ്ടാവണം, ഉണ്ടാകരുതെന്നല്ല പറയുന്നത്. ഉണ്ടായില്ലെങ്കിൽ അതും ഒരു തെറ്റാ.
കാരണം വികാരങ്ങൾ പ്രകടമാകാനുള്ളതാണ്. അത് പ്രകടമാകുന്നില്ലെങ്കിൽ അതും ഒരു നോർമൽ സ്റ്റേജ് അല്ല. അപ്പം വികാരങ്ങൾ പ്രകടമാകണം എന്നുവെച്ചാൽ ദേഷ്യം വരണം, വിഷമം വരണം, സന്തോഷം വരണം, കാരുണ്യം വരണം, ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവണം. പക്ഷേ ഞാൻ അത് എന്നെ നയിച്ചുകൊണ്ട് പോരുത്. അപ്പം ഈ ആത്മസംയമനവും ഇന്ദ്രിയ സംയമനവും ഇത് രണ്ട് ഇമ്പോർട്ടന്റ്. ഈ രണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശമവും ദമവും ആണ് ഏറ്റവും പ്രധാനം. ഈ ശമവും ദമവും അഭ്യസിക്കുന്നതിൽ ശമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തിനെ മാനേജ് ചെയ്യുന്നതും, ദമം എന്ന് പറഞ്ഞാൽ മനസ്സിനെ സംയമനം ചെയ്യുന്നതും. അപ്പം മനസ്സെന്ന് എന്തുവാ? ഈ വികാരത്തിനും വിവേകത്തിനും, ആ വികാരത്തിന് അടിമപ്പെട്ടു പോകാതെ. മറ്റേത് ഇന്ദ്രിയത്തിന്റെ എന്തുവാ? ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പോകുന്നു. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്, 5 ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഈ 5 ഇന്ദ്രിയ സുഖങ്ങളിൽ വിഷയങ്ങളിൽ വരുന്നതാണ്. അപ്പൊ ഓരോ അതിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി എനിക്ക് ഇത് ഇഷ്ടമാണ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ അനുഭവങ്ങളുടെ പുറകെ നമ്മൾ പോകുന്നത് മനസ്സിങ്ങനെ ഓടാൻ തുടങ്ങും. അപ്പം ഈ ശമവും ദമവും, ഇന്ദ്രിയ സംയമനവും മനസ്സംയമനവും, ശമവും ദമവും പരിശീലിക്കുന്നതാണ് ആത്മസംയമനം എന്ന് പറഞ്ഞത്. മനസ്സംയമനവും ഇന്ദ്രിയ സംയമനവും. സംയമനം ദമം, ഇന്ദ്രിയ സംയമനം ശമം. അപ്പം ശമവും ദമവും നമ്മളെ പരിശീലിച്ചാൽ ആത്മസമയത്തിലൂടെ നമ്മൾ ഇതെന്ന് വെച്ചാൽ ഇതാണ് മുഖ്യമായിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മൾ കർമ്മപഥത്തില് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതാണ്. നമ്മൾ എപ്പോഴും നമ്മൾ ഇത് ആലോചിച്ച് നോക്കി, നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതി ചെയ്യണമെന്നല്ല ഇതിന്റെ അർത്ഥം. ഈ ഇഷ്ടമുള്ള രീതിയാണോ ധർമ്മം? ഇപ്പൊ എനിക്ക് ചില ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടമുണ്ട്. ആ ഇഷ്ടത്തിൽ ചെയ്യരുതൊന്നും, അനിഷ്ടത്തിൽ ചെയ്യാവൂന്ന് അങ്ങനല്ല. ഈ നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ആ നിത്യമേത് അനിത്യമേത്. അപ്പൊ ഇത് ഏതാണ് വിവേകം എന്നുള്ളത് തിരിച്ചറിയാൻ പഠിക്കണം. വിവേകവും വികാരവും നമ്മളെ തിരിച്ചറിയാൻ പഠിക്കണം. ഈ വികാരം വെച്ചാൽ നമുക്കറിയാം. ഓ ഞാനിപ്പോ ഭയങ്കര ദേഷ്യത്തില, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. അപ്പൊ നമുക്കറിയാം നമ്മൾ ആ വികാരത്തിലാന്ന്. ആ വികാരത്തിൽ നിന്ന് മാറണം. അപ്പൊ ഈ വികാരത്തിൽ ഇരുന്നാൽ എനിക്കൊരു ഗുണവും ഇല്ല. വികാരം വന്നു ശരിയാ, പക്ഷെ ആ വികാരത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എനിക്ക് ദോഷമല്ലാതെ ഗുണമില്ല. അപ്പൊ ഇതിന് ഞാൻ എന്താണ് പ്രതിവിധി? അതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് അതിനെക്കുറിച്ച് വിചാരം ചെയ്യണം. അല്ലാതെ ആ വിഷമത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാതെ ഞാൻ എനിക്ക് വിഷമം വരുന്നു, അല്ലെങ്കിൽ ദേഷ്യം വരുന്നു, ദേഷ്യത്തില. ആ ദേഷ്യം തീർച്ചയായിട്ടും വരണം. അതൊരു വികാരം പ്രകടിപ്പിച്ചേ പറ്റും. ദേഷ്യം വരാതിരുന്നാൽ അത് നമ്മുടെ ഒരു അബ്നോർമാലിറ്റിയാണ് കാണിക്കുന്നത്. ദേഷ്യവും വിഷമവും സങ്കടവും ഒന്നുമില്ല, ഒരു മന്ദബുദ്ധിയെ പോലെ ഇരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം അത് നിസ്സംഗത്വം അല്ലത്, അത് നമ്മുടെ ഒരു ഡിഫക്റ്റ് ആണ്. അപ്പം എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, വിഷമം വരുന്നുണ്ട്, സ്നേഹം വരുന്നുണ്ട്, കാരുണ്യം വരുന്നുണ്ട്. ഇതൊക്കെ അത് നമ്മൾ നോർമലാന്നുള്ളതിന്റെ ഒരു അനുഭവം അത്. പക്ഷേ ഇത് അതിര് കടക്കുമ്പോഴാണ് ഇത് പ്രശ്നമാവുന്നത്. അപ്പൊ നമ്മൾ ഈ വികാരങ്ങളിൽ നമ്മൾ അതിര് കടക്കാതെ നമ്മളെ ഈ ദേഷ്യം വരുമ്പോഴോ ദേഷ്യം വന്നു, ഓക്കെ, എന്തുകൊണ്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങണം, വിചാരം ചെയ്യാൻ തുടങ്ങണം. ആ വിചാരം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ എന്റെ ഈ ദേഷ്യം പതുക്കെ കെട്ടടങ്ങും. അല്ല ഞാൻ ദേഷ്യത്തിലോട്ട് ഇരുന്നുകൊണ്ടിരുന്നാൽ ദേഷ്യം കൂടി അത് നേരത്തെ ഒരു ഇതിൽ പറഞ്ഞല്ലോ, നമുക്ക് വ്യാമോഹം ബുദ്ധിഭ്രമം ഉണ്ടാവും. പിന്നെ അവസാനം നാശത്തിലോട്ട് പോയി, എന്താ ചെയ്യുന്ന അറിയാത്ത പോലെ നാശത്തിലോട്ട് പോകും. അപ്പം ഈ ശമവും ദമവും പരിശീലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ടും കൂടെ പരിശീലിച്ചാലേ ആത്മസംയമനം ഉള്ള ആൾക്ക് ശാന്തിയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. സാധകൻ യോഗമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ഭോഗമാർഗത്തിൽ ഉഴന്ന് നശിക്കും. ഇന്ദ്രിയ നിയന്ത്രണം വഴിക്ക് മാത്രമേ ജീവിതം വിജയം കൈവരിക്കാനാവൂ എന്ന് താല്പര്യം. അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഓരോ ചെറിയ കാര്യങ്ങളിൽ ഇത് രണ്ടും നമ്മൾ നോക്കണം. ഫസ്റ്റ് ഇന്ദ്രിയ സംയമനമാണ്, അടുത്തത് ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് മനസ്സംയമനം. അപ്പം ഇത് രണ്ടും കൂടി ചേർന്നതാണ് ആത്മസംയമനം. നമ്മൾ ഇന്ദ്രിയ സംയമനം പരിശീലിക്കണം, മനസ്സംയമനം പരിശീലിക്കണം. ഇത് രണ്ടും കൂടി ചേരുമ്പോഴത്തേക്ക് അങ്ങനെ പരിശീലിച്ച് നമ്മൾ ഓരോ കാര്യത്തിലും ഡേ ടു ഡേ അഫയേഴ്സിൽ ഉള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഈ ഒരു അപ്രോച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തിനു വേണ്ടിയാ എന്റെ സ്വസ്ഥതയിലോട്ട് പോകണം. അപ്പം ഇതൊക്കെ ഞാൻ പരിശീലിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പൊ ഞാൻ എന്റെ വാസനയിൽ നിന്ന് വിട്ട് മാറി ചെയ്യുകയാണ്. എനിക്ക് ഇഷ്ടങ്ങളുള്ളത് ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ ഈ വിവേകത്തോട്ട് മാറി ചിന്തിക്കണം ഏത് നിത്യമാണ്, ഏത് അനിത്യമാണ്, ഏത് വാല്യൂസ് ഉണ്ട്, ധാർമ്മിക വാല്യൂസ്. ധർമ്മം വെച്ചാൽ എന്തുവാ? എന്നെ നിലനിർത്തുന്ന ശക്തി എന്നെ പരമാത്മ ചൈതന്യമാണ്, അതിനോടുള്ള കടപ്പാടാണ്. ഇപ്പൊ ഞാൻ ധർമ്മം എന്ന് വിചാരിച്ചിരിക്കുന്നത് എന്താ? ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പം ഓർഡിനറി ലൈഫിൽ നമ്മുടെ ധർമ്മം എന്താ വെച്ചാല് ഞാൻ എന്നോടുള്ള ചില ഡ്യൂട്ടികള്,
എന്റെ ബന്ധുക്കാർ, എന്റെ പേരൻസിനോടും എന്റെ മക്കളോടും എന്റെ ഭാര്യയോട് ഭർത്താവിനോട് ഈ എന്റെ സമൂഹത്തോട് ഇതിനോടൊക്കെ ഉള്ള എന്റെ ചില ഡ്യൂട്ടീസ് ഉണ്ട്, ചില ധർമ്മ അതിനെക്കാട്ടിൽ ഉപരിയാണ്, അതിനെക്കാട്ടിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അതല്ല, ഇതെല്ലാം സെക്കൻഡറി ആയിട്ട് വരുന്നതാണ്. ഏറ്റവും ഈ ഞാൻ എന്നുള്ള ഒരു വ്യക്തിയെ നിലനിർത്തുന്ന ആരാ? എന്റെ കുടുംബമാണോ അല്ലെങ്കിൽ എന്റെ സമൂഹമാണോ? അല്ല, ഈ ഞാൻ എന്നുള്ള വ്യക്തിയെ നിലനിർത്തുന്നത് എന്നിലിരിക്കുന്ന ഒരു ചൈതന്യമാണ്. അപ്പൊ അതിനോടുള്ള കടപ്പാടാണ് എന്റെ മുഖ്യധർമ്മം. ഇപ്പൊ ധർമ്മം എന്ന് വെച്ചാല് ഒരു വസ്തുവിനെ അതാക്കി നിലനിർത്തുന്ന മുഖ്യ ഗുണം ഏതോ അതാണ് അതിന്റെ ധർമ്മം. തീയുടെ മുഖ്യധർമ്മം ചൂടാ എന്ന് പറയുന്ന പോലെ മനുഷ്യന്റെ മുഖ്യധർമ്മം എന്തുവാ? നമ്മൾ ധർമ്മമാണ് വെച്ചാല് എന്നെ നിലനിർത്തുന്ന പരമാത്മ ചൈതന്യത്തിലുള്ള എന്റെ കടമയാണ് മുഖ്യമായിട്ടുള്ളത്. അതിന് ചില വാല്യൂസ് ഉണ്ട്. ദയ, കരുണം, വിനയം, ഇങ്ങനെ ഓരോ ആ വാല്യൂ അനുസരിച്ചായിരിക്കണം എന്റെ കർമ്മങ്ങൾ. അല്ലാതെ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചായിരിക്കരുത്. എനിക്കിത് ഇഷ്ടം, ഇത് ഇഷ്ടമല്ല. അപ്പം ഇത് ധാർമ്മിക വാല്യൂസിലായിരിക്കണം. എനിക്ക് ചിലരോട് ഇഷ്ടമാണ്, ചിലരോട് ഇഷ്ടമല്ല. ആ രീതിയിൽ കർമ്മങ്ങളെ കൊണ്ടുപോകരുത്. ഒരു വസ്തുവിനോട് എനിക്ക് ഇഷ്ടമാണ്, അതിനോട് ഇഷ്ടമല്ല. ആ ഇഷ്ടാനിഷ്ടങ്ങൾ വിട്ടിട്ട് ഇത് ധാർമ്മിക വാല്യൂസിലാണോ എന്റെ ഈ കർമ്മം ചെയ്യാൻ പോകുന്നത്, അതാണ് നമ്മൾ മുഖ്യമായിട്ട് നോക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ നോക്കും. അപ്പൊ ഞാന് എന്റെ എന്നുള്ളത് വിടുമ്പോഴാണ് അത് ധർമ്മമാവുന്നത്. ഞാൻ എന്റെ സ്വാർത്ഥതയിലോട്ട് പോകുമ്പോൾ അത് അധർമ്മത്തിന്റെ രീതിയിലാണ്. എന്റെ വാസന, എനിക്ക് ഇത് ഇഷ്ടം, ഇത് ഇഷ്ടമല്ല. ഞാൻ ആ വാസന നിൽക്കുമ്പോ എന്തുവാ? ഞാൻ സ്വാർത്ഥനാകുക. എന്റെ ഇഷ്ടവും എന്റെ ഇഷ്ടവാനിഷ്ടവും. ഞാൻ എന്റെ ഇഷ്ടമല്ല നോക്കുന്നേ, എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും കൂടി ഇഷ്ടം ഞാൻ നോക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു വെറും എന്റെ ഇഷ്ടം മാത്രം. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലെ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികളെല്ലാം അത് നമ്മൾ പൊതുവായിട്ടുള്ളൊരു, അല്ലാതെ ഇങ്ങനെ മതി, ഇങ്ങനെ ചെയ്താൽ മതി, ഇതാ എനിക്കിഷ്ടം. അങ്ങനെ പലരും വാശി പിടിക്കും. അപ്പൊ അത് സ്വാർത്ഥതയാണ്. അപ്പൊ നമ്മള് ബ്രോഡായിട്ട് ചിന്തിക്കുമ്പോഴേ നമ്മൾ ഉൾക്കൊള്ളുന്ന ആ ഫാമിലിയോ സമൂഹമോ ഞാൻ എന്റെ എന്നുള്ളത് വിട്ട് വേണം നമ്മൾ ഏതൊരു കർമ്മത്തിലും. അങ്ങനെ ഒരു എലിമെന്റ്സ് ഞാൻ എന്റെ എന്നുള്ള എലിമെന്റ്സ് ആയിക്കഴിഞ്ഞാൽ അത് അധർമ്മമായി കഴിഞ്ഞു. ഈ ഞാൻ എന്റെ എന്നുള്ളത് വിട്ടിട്ട് ചെയ്യുന്നതെല്ലാം ധർമ്മമാണ്. അത് അഹന്താ മമത കൂടാതെ ചെയ്യുന്ന ഏത് കർമ്മവും ധർമ്മമാണ്. അഹന്താ മമത, ഞാനേ എന്റെ. അഹന്ത എന്ന് വെച്ചാൽ എന്തുവാ? ഞാൻ, മമത എന്റെ. ഞാനേ എന്റെ എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാതെ ചെയ്യുന്ന ഏത് കർമ്മവും അത് ധർമ്മമാണ്. അതിന് വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസിലായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അഹന്താമമത വിട്ട് സ്വാർത്ഥത വെടിഞ്ഞ് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ. അത് നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എവിടെ ആയാലും നമ്മൾ ഈ രീതിയിൽ ഈ ഒരു കൺസെപ്റ്റിലാവുന്നതാണ്. ഈ ധർമ്മത്തിലേക്ക് കൊണ്ട് കൊണ്ടുവരാൻ എന്തുവാ? അതിന്റെ രണ്ട് ബേസിക് പ്രാക്ടീസസ് ആണ് ശമവും ദമവും. ഇന്ദ്രിയ സംയമനവും മനസ്സംയമനവും. ഇത് രണ്ടും ശമവും ദമവും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിനെക്കുറിച്ചുള്ള ഇപ്പം ഇതാണ് തുടങ്ങുന്നത്. അത് ഇന്ദ്രിയത്തിന്റെ പ്രാധാന്യം ഇപ്പൊ ഇത് പറഞ്ഞത് ഈ ശ്ലോകത്തിൽ. 68 കൊണ്ട് വായിക്കാമോ പ്രീതുവിന്? തസ്മാദ്യസ്യ മഹാബാഹോ നിഗ്രഹീതാനി സർവസ്യ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഞാൻ ഇന്ന് വായിച്ചു നോക്കിയില്ല, ഒരു പ്രാവശ്യം ക്ലാസ്സിന് കയറുന്നതിന് മുമ്പ്. സോറി സാർ. ഹേ വീരനായ അർജുന, അതുകൊണ്ട് ആരുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായി നിയന്ത്രിതങ്ങളാണോ അയാളുടെ പ്രതിജ്ഞ സ്ഥിരമത്രേ. നമ്മുടെ തീരുമാനം മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ അതിലെ യുക്തി ആദ്യം അവരെ ധരിപ്പിക്കേണ്ടതുണ്ട്. യുക്തികൾ വെളിപ്പെടുത്തിയ ശേഷം അവയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചുകൊള്ളും. ഈ രീതിയാണ് ഗീതാചാര്യൻ ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത്. ഇന്ദ്രിയ നിഗ്രഹണമില്ലെങ്കിൽ വരുന്ന ദോഷത്തെ മുൻ ശ്ലോകങ്ങളിൽ വ്യക്തമാക്കി. അതിന്റെ വെളിച്ചത്തിൽ കൃഷ്ണൻ സ്വാഭിപ്രായം ഉറപ്പിക്കുന്നു. ആത്മനിയന്ത്രണമാണ് ജീവിതത്തെ ഉദാത്തമാക്കുന്നത്. കണ്ണീരും തേങ്ങലുകളും നിറഞ്ഞ ഒരു ജീവിതമേ വേണ്ടൂ എങ്കിൽ ആത്മനിയന്ത്രണത്തിന്റെ ആവശ്യമില്ല. ധന്യ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ ആത്മനിയന്ത്രണം കൂടിയേ കഴിയൂ. വിഷയങ്ങളിൽ അലഞ്ഞു തിരിയാൻ അനുവദിക്കാതെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് സ്വാധീനത്തിൽ നിർത്താൻ കഴിയുന്നതിനത്രേ ബ്രഹ്മനിഷ്ഠ. ഇന്ദ്രിയങ്ങളുടെ വിഷയഗ്രഹണ ശക്തിയെ നശിപ്പിച്ച് ജീവിത സൗഭാഗ്യങ്ങളൊന്നും അനുഭവിക്കാൻ കഴിവില്ലാത്ത ഒരവസ്ഥ സ്വയം വരിക്കുക എന്നല്ല ഇന്ദ്രിയ നിഗ്രഹം കൊണ്ടുദ്ദേശിക്കുന്നത്.
അവയ്ക്ക് അടിമപ്പെടാതെ സ്വതന്ത്രനായി വർത്തിക്കാൻ കഴിയണം. ഭോഗി ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ യോഗി അവയെ സ്വന്തം അടിമകളെ പോലെ സ്വാധീനത്തിൽ നിർത്തുന്നു. അതെ. ഇത് നമ്മൾ പറയുന്നത് ഈ ഇന്ദ്രിയ നിഗ്രഹത്തിനെ കുറിച്ച് പറയുവാണ്. ഇത് നമ്മളെ പർപ്പസ് ആയിട്ട് നമ്മൾ ബലാത്കാരമാണ് ചെയ്യേണ്ടതല്ലത്. കാരണം ഈ പലരും നമുക്കറിയാമല്ലോ, ഈ നമ്മൾ കണ്ടിട്ടുള്ള ശബരിമല സീസണിലൊക്കെ വ്രതങ്ങൾ എടുക്കും. വ്രതങ്ങൾ എടുക്കുമ്പോൾ പലതും മീൻ കഴിക്കത്തില്ല, നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല. ഇങ്ങനെ ചില അന്നേരം ആ ഒരു സമയത്ത് അത് മാല ഊരി കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് മാറി പഴയ പോലെ ഞാൻ. അപ്പം നമ്മൾ ഈ വ്രതം എടുത്തൽ എന്താ, ആക്ച്വലി 41 ദിവസത്തെ ഈ വ്രതം എടുക്കുന്നതിൽ ഒരു സംഗതി ഉണ്ട്. അതിനകത്തില് ഒരു ഹാബിറ്റ് നമ്മൾ 41 ദിവസം നമ്മൾ കൊണ്ടു നടന്നാൽ ഒരേപോലെ നമ്മൾ 41 ദിവസം, അതിന് 41 ഡേയ്സ് അതിനൊരു ഇതുണ്ട്. ആ 40 ദിവസം ആ ഒരു പീരീഡിൽ എത്രയും നാൾ നമ്മൾ ഒരേ ഹാബിറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെല്ലാരും ഈ വ്രതം എടുത്തു കഴിഞ്ഞാല്, മാല ഊരി കഴിഞ്ഞാൽ തിരിച്ചും നമ്മൾ എങ്ങനെയാ നേരത്തെ ഇരുന്നത് അതേപോലെ ആവും. അപ്പൊ ഇതുകൊണ്ട് ഒരു ഫലവും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നില്ല. നമ്മുടെ ഇതെല്ലാം കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നു, മല കയറുന്നു. അപ്പൊ ഇതെല്ലാം എന്റെ സപ്രഷൻ ആ പീരീഡിലെ ഒരു സമയത്തേക്ക് മാത്രം ഞാൻ സപ്രസ് ചെയ്ത് ഇങ്ങനെയൊക്കെ അത് ചെയ്യത്തില്ല, ഇത് ചെയ്യത്തില്ല, അങ്ങനെ. അതുകൊണ്ട് എന്താ കാര്യം? ഇപ്പൊ നമ്മൾ ഈ സപ്രഷൻ തന്നെ, ആ സപ്രഷൻ ചെയ്യുമ്പോഴാണ് ആ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കോ പെട്ടെന്ന് പോയി നോൺ വെജ് കഴിക്കൂ, അല്ലെങ്കിൽ ആ രീതിയിലോട്ട് പോകുന്നതൊക്കെ ഒരു സപ്രഷൻ ആയതുകൊണ്ടാണ്. പക്ഷെ ഇതിനെ എന്തിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്? ഈ കാര്യത്തിനെ നമ്മൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീലിംഗ് വരത്തില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, എന്താ കാര്യം, അതിന്റെ എന്തുദ്ദേശത്തിന്, അല്ലാതെ എന്റെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണെങ്കിൽ അഹന്താമോദയ, എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ എനിക്കിതിനെ ഈ സംയമനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ എന്തിനാ പറഞ്ഞു വരുന്നേ? ഇത് ഇവിടെ ഗീതയുടെ ഒരു ആദ്യത്തെ ഒരു ഇത് പറയും. ആദ്യം അതിന്റെ യുക്തികൾ പറയും, എന്നിട്ട് അതിന്റെ കാര്യം പറയത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ ഈ ഇന്ദ്രിയ സമന്വയമൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാ? ഇതൊക്കെ വന്ന ഒരാൾക്കേ ഉള്ളൂ ആത്മസംയമനത്തിൽ കൂടി ശാന്തിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് വേണം, എന്നാലേ നമുക്ക് ഈ മറ്റേതിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിനാണ് ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെ പറയുമ്പോഴേ ഈ നിയന്ത്രണമൊക്കെ നമ്മൾ ബലാത്കാരം ചെയ്യരുതെന്നും പറയുന്നു. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇന്ദ്രിയ സുഖങ്ങളെല്ലാം നശിപ്പിച്ച് കളയുക എന്നുള്ളതല്ല അതിന്റെ ബേസിക്ക്. അതിനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നു. അതൊക്കെ അനുഭവിച്ചുകൊണ്ട് അതിന് അടിമപ്പെടാതെ നമ്മൾ ഇതിനെയൊക്കെ എല്ലാ ഇന്ദ്രിയ സുഖങ്ങളും അനുഭവിക്കാം. ഈ ഇന്ദ്രിയ സുഖങ്ങളൊന്നും അനുഭവിക്കരുതെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ഇതിന്റെ ഇന്ദ്രിയ സുഖങ്ങളുടെ ഒരു അടിമയാകാതെ, സ്ലേവ് ആകാതെ നമ്മൾ വിചാരിച്ചാൽ അത് ചെയ്യും, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനല്ല, ഇതിൽ കൂടാതെ എനിക്ക് കഴിയത്തില്ല, എനിക്ക് ഇത് വേണം, അങ്ങനെ വേണം, അല്ലെങ്കിൽ എനിക്ക് ഒക്കത്തില്ല, ലൈഫ് ഒക്കത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ അതിന്റെ ഒരു അടിമയാണ്. അതേസമയത്ത് എനിക്ക് എങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇതെല്ലാം അങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, ഏതിനും ഞാൻ തയ്യാർ. ഏത് സാഹചര്യത്തിലും ഏത് അനുഭവത്തിലും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ഒരു ഇതെടുക്കുമ്പോഴത്തേക്ക് ഞാൻ അതിന്റെ ഓണറാ, അതിന്റെ യജമാനാ. എന്റെ വരുതിയിലാണ് എന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും. ആ ഒരു ഓണർഷിപ്പിലായിരിക്കണം നമ്മൾ ഇതിനെ കൊണ്ടുപോകണ്ടേ. അല്ലാതെ സപ്രസ് ചെയ്യുവല്ല വേണ്ടത്. നമ്മൾ അതിനെ പരിശീലിച്ച് നമ്മൾ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സപ്രഷൻ ആൻഡ് മാനേജ് വെച്ചാൽ നമ്മൾ ഒരിക്കലും അതിനെ അമർത്തരുത്. അടിച്ചമർത്തിയാൽ അത് പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരും. അതേസമയത്ത് നമ്മൾ കാര്യങ്ങളെ, അതിന്റെ സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നാൽ, ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് പലതും നമ്മൾ മങ്കപ്പ് ചെയ്യും. മങ്കപ്പ് ചെയ്ത് പഠിച്ച് നമ്മൾ ആ എക്സാം എഴുതും. അപ്പോഴത്തേക്ക് അത് ശരിയാവും. പിന്നെ കുറെ കഴിഞ്ഞാലോ അത് നമുക്ക് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം മങ്കപ്പ് ചെയ്തതാ. അതേസമയത്ത് ഒരു കാര്യം നമ്മള് ശരിക്കും അനലൈസ് ചെയ്ത് അതിനെ മനസ്സിലാക്കി പഠിച്ചാലോ എന്ന് പറയുന്ന വ്യത്യാസമാണ് ഈ ഇന്ദ്രിയ സമയം. നമ്മളെ ബലാത്കാരേണ സപ്രസ് ചെയ്ത് വെച്ചാൽ ഒരു സമയത്ത് അത് തിരിച്ചു വരും. അതേസമയത്ത് ഇതിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടി ഞാൻ ഇത് ചെയ്യണം എന്നുള്ള ആ അറിവോടുകൂടി ഞാൻ ഇതിനെല്ലാം പരിശീലിക്കാൻ തുടങ്ങിയാൽ ഇതിനെ നമുക്ക് ഓവർകം ചെയ്ത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു സപ്രഷൻ. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇന്ദ്രിയങ്ങളുടെ വിഷയഗ്രഹണ ശക്തിയെ നശിപ്പിച്ച് ജീവിത സൗഭാഗ്യങ്ങളൊന്നും അനുഭവിക്കാൻ കഴിവില്ലാത്ത ഒരവസ്ഥ സ്വയം ഭരിക്കുക എന്നല്ല ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവയ്ക്ക് അടിമപ്പെടാതെ സ്വതന്ത്രനായി വർത്തിക്കാൻ കഴിയണം. ഭോഗി ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ യോഗി അവയെ സ്വന്തം അടിമകളെ പോലെ അതാ ഈ ആത്മസമീനം പാലിച്ച ഒരു യോഗി
അവയെ അടിമകളെ പോലെ ഇന്ദ്രിയ സുഖങ്ങളെ അടിമകളെ പോലെ സ്വാധീനത്തിൽ നിർത്തുന്നു. ഇതാണ് എന്റെ ഒരു ഇനി ഒരു രണ്ട് ശ്ലോകമേ ഉള്ളൂ. നാല് ശ്ലോകങ്ങളുണ്ട്. ഇനി ഒരു 4 ശ്ലോകം കൂടെ ആകുമ്പോൾ ഈ സാങ്കേതികം കഴിയുകയാണ്. അപ്പൊ ഇത് കുറച്ചു പേർക്ക് നമുക്ക് ഷീബയായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. ഷീബ കയറിയിട്ടില്ല. ഇതിന്റെ ആദ്യം തൊട്ടുള്ള ബേസിക്സ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ അവർക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് ഇങ്ങനെ ആദ്യത്തെ ബേസിക്സ് ഉണ്ട്. അന്നേരം എല്ലാവരും അതിൽ കുറച്ചു പേർക്ക് ഇതിനകത്ത് ലേഖ ചേച്ചിക്കും അമോഘനും ഒക്കെ ശരിക്കും അറിയാൻ നല്ല ഇതുണ്ട്. പ്രീതുവിന് രാവിലെ അവിടെ 11 മണി തൊട്ട് ഫ്രീ ആണോ? 11 മണി തൊട്ട് ഒരു 2 മണി വരെ. ഞാൻ പറയാം സാറിന് ഞാൻ മെസ്സേജ് ഇടാം. മെസ്സേജ് ഉണ്ട്. അത് കാരണം ഞാന് ഷീബ പറഞ്ഞു എനിക്കൊരു ക്ലാസ് എനിക്കൊരു ക്ലാസ്സും ഉണ്ട് സാർ. അതാ ഞാൻ സാറിന് പറയാം. ഞാൻ അങ്ങോട്ട് സാറിന്റെ അടുത്ത് പറയാം. അപ്പൊ അതെനിക്ക് ചിലപ്പോ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒക്കെ കാണും. ഓക്കെ. അങ്ങനെ ക്ലാസ് ഇല്ലാത്ത സമയത്ത് പറയണം കേട്ടോ. അങ്ങനെയുള്ള സമയത്ത് ഷീബയും കയറും. അതുപോലെ ഗീത ചേച്ചിക്കും വരാൻ പറ്റുമല്ലോ, ഇല്ലയോ? ഗീച്ച കേൾക്കുന്നുണ്ടോ? കേക്കാം. എത്ര മണി മുതലാ? ഒക്കുന്ന സമയത്ത് രാവിലെ അവിടുത്തെ സമയം രാവിലെ ഒരു 11 മണി തൊട്ട് 1 മണി വരെയുള്ള സമയത്തില്ലേ? ഒക്കുന്ന സമയത്ത് ഞാൻ കയറണം. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോട് പറയാന്ന് വിചാരിക്കുക. ആദ്യത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അത് തറവല്ല, മനസ്സിലായോ? അതുകൊണ്ട് ഒക്കുന്ന ഇപ്പം ഷീബ, പ്രീതു, പിന്നെ ഒരു ലളിത ചേച്ചിയുണ്ട്, പിന്നെ പ്രീതു ഉണ്ട്, ഷീബ, ലളിത ചേച്ചി, പിന്നെ ഗീത ചേച്ചി, പിന്നെ അശ്വതിയുടെയും ചോദിക്കണം. അശ്വതിയെ കിട്ടിയിട്ടില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? അമോഘ ലേറ്റ് ആയിട്ടാണ് കഴിയാറായി വരുന്നു. ശരി അമോഘ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സാറേ, ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് നാളെ 9 മണിക്ക് 4 മണിക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ.